ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 12 ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ, 4 ഓപ്ഷൻസും. ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ലൂക്കാന്റെ സുവിശേഷത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മോക്ക് ടെസ്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 12:1 വാക്യമനുസരിച്ച് എന്തുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ബലഹീനത കൊണ്ട്, ഓപ്ഷൻ ബി ആത്മപ്രശംസ കൊണ്ട്, ഓപ്ഷൻ സി പ്രസംഗചാതുര്യം കൊണ്ട്, ഓപ്ഷൻ ഡി പോഷത്വം സംസാരിക്കുന്നത് കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആത്മപ്രശംസ കൊണ്ട്. രണ്ടാമത്തെ ചോദ്യം, 14 വർഷം മുമ്പ് എത്ര വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാമെന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ 3-ാം സ്വർഗം വരെ, ഓപ്ഷൻ ബി 2-ാം സ്വർഗം വരെ, ഓപ്ഷൻ സി സ്വർഗം വരെ, ഓപ്ഷൻ ഡി 1-ാം സ്വർഗം വരെ. ഉത്തരം ഓപ്ഷൻ എ 3-ാം സ്വർഗം വരെ. മൂന്നാമത്തെ ചോദ്യം, ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ എന്താവുകയില്ല എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ഞാനൊരു വിട്ടിയാവുകയില്ല, ഓപ്ഷൻ ബി ഞാനൊരു മണ്ടനാവുകയില്ല, ഓപ്ഷൻ സി ഞാനൊരു അധിക പ്രസംഗിയാവുകയില്ല, ഓപ്ഷൻ ഡി ഞാനൊരു ഭോഷനാവുകയില്ല. ഉത്തരം ഓപ്ഷൻ ഡി ഞാനൊരു ഭോഷനാവുകയില്ല. നാലാമത്തെ ചോദ്യം, എന്തിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ വെളിപാടുകളുടെ ആധിക്യത്താൽ, ഓപ്ഷൻ ബി ദർശനങ്ങളുടെ ആധിക്യത്താൽ, ഓപ്ഷൻ സി വരങ്ങളുടെ ആധിക്യത്താൽ, ഓപ്ഷൻ ഡി ദാനങ്ങളുടെ ആധിക്യത്താൽ. ഉത്തരം ഓപ്ഷൻ എ വെളിപാടുകളുടെ ആധിക്യത്താൽ. അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ ഡാഷ് മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഓപ്ഷൻ എ മഹത്വം, ഓപ്ഷൻ ബി കാരുണ്യം, ഓപ്ഷൻ സി കൃപ, ഓപ്ഷൻ ഡി അനുഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി കൃപ. ആറാമത്തെ ചോദ്യം, എൻ്റെ എന്തിലൊക്കെ ക്രിസ്തുവിനെ പ്രതി ഞാൻ സന്തുഷ്ടനാണ് എന്ന് ശ്ലീഹ പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ബലഹീനതയിൽ, ഓപ്ഷൻ ബി കഷ്ടതയിൽ, ഓപ്ഷൻ സി പീഡനങ്ങളിൽ, ഓപ്ഷൻ ഡി ആക്ഷേപങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ ബി കഷ്ടതയിൽ. ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. തെളിവുകളോടും ഡാഷോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു. ഓപ്ഷൻ എ പ്രവൃത്തികളോടും, ഓപ്ഷൻ ബി പ്രാർത്ഥനയോടും, ഓപ്ഷൻ സി അത്ഭുതങ്ങളോടും, ഓപ്ഷൻ ഡി ഉപവാസത്തോടും. ഉത്തരം ഓപ്ഷൻ സി അത്ഭുതങ്ങളോടും. എട്ടാമത്തെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല എന്ന് ശ്ലീഹ കൊറിന്തോസുകാരോട് പറയാനുള്ള കാരണമെന്ത്? ഓപ്ഷൻ എ ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങൾക്കുള്ളതാണ്, ഓപ്ഷൻ ബി ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, ഓപ്ഷൻ സി ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളുടെ സംഭാവനയാണ്, ഓപ്ഷൻ ഡി ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളുടെ നന്മയാണ്. ഉത്തരം ഓപ്ഷൻ ബി ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്. ഒമ്പതാമത്തെ ചോദ്യം, എന്തിനെക്കുറിച്ചോർത്ത് പശ്ചാത്താപിക്കാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ശ്ലീഹ പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ അശുദ്ധിയെക്കുറിച്ച്, ഓപ്ഷൻ ബി വിഷയാസക്തിയെക്കുറിച്ച്, ഓപ്ഷൻ സി വ്യഭിചാരത്തെക്കുറിച്ച്, ഓപ്ഷൻ ഡി വിഗ്രഹ ആരാധനയെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ഡി വിഗ്രഹാരാധനയെക്കുറിച്ച്. പത്താമത്തെ ചോദ്യം, കൊറിന്തോസുകാരുടെ എന്തിനു വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ അഭ്യുന്നതിക്ക് വേണ്ടി, ഓപ്ഷൻ ബി ഉയർച്ചയ്ക്ക് വേണ്ടി, ഓപ്ഷൻ സി വളർച്ചയ്ക്ക് വേണ്ടി, ഓപ്ഷൻ ഡി അഭിവൃദ്ധിക്ക് വേണ്ടി. ഉത്തരം ഓപ്ഷൻ എ അഭ്യുന്നതിക്ക് വേണ്ടി. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.